ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് അസുരൻ സ്റ്റോറിയുടെ ബാക്കി പാർട്ടാണ്. അപ്പോൾ ഇതുവരെയുള്ള പാർട്ടൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പം നമുക്ക് സ്റ്റോറിയിലോട്ട് പോവാം. അസുരൻ ഭാഗം 4. പിന്നീട് അവളൊരു ഓട്ടമായിരുന്നു. അവർ പറഞ്ഞ സ്ഥലത്തേക്ക് പോയപ്പോൾ അവൾ കണ്ടു മരണത്തോട് മല്ലടിച്ച് കിടക്കുന്ന അവളുടെ ഏട്ടനെ. ഏട്ടാ, അവൾ കണ്ണുകൾ ഈറനെണീപ്പിച്ചുകൊണ്ട് ചോദിച്ചു. വൈശാലിയാണോ? പിന്നിൽ നിന്നൊരു സ്ത്രീ ശബ്ദം കേട്ടതും അവൾ തിരിഞ്ഞു നോക്കി. അതെ, മുന്നിൽ നിൽക്കുന്ന പ്രായമേറിയ സ്ത്രീയോട് അവൾ പറഞ്ഞു. എൻ്റെ ഏട്ടൻ എന്താ പറ്റിയേ? കുട്ടി കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കണം. അയാൾ ഏറിയാൽ 1-2 മണിക്കൂർ, അല്ലെങ്കിൽ ഒരു ദിവസം, അത്രേ കാണൂ ആയുസ്. വൈശാലി ഒരു ആശ്രയത്തിനെന്നോണം ആ ഭിത്തിയിൽ ചാരി നിന്നു. അവൾ അവരെ മറികടന്ന് കണ്ണൻ്റെ അടുത്തേക്ക് പോയി. മുഖം ആകെ ചതഞ്ഞിരിക്കുന്നു. ആ വെളുത്ത മുഖം ചോരപ്പാടുകൾ കൊണ്ടും ആരോ അടിച്ചതിൻ്റെ പാടുകൾ കൊണ്ടും വികൃതമായി പോയി. കണ്ണൻ്റെ കയ്യിൽ അവൾ പിടിച്ചു. ഏട്ടാ, എന്താ എൻ്റെ ഏട്ടന്? അവൻ്റെ കണ്ണുകൾ പതിയെ തുറന്നു. മോളെ, അവൻ പറയാൻ വളരെ ബുദ്ധിമുട്ടി. ഒടുവിൽ തൻ്റെ പാൻറ്റിൻ്റെ പോക്കറ്റിൽ നിന്നും അവൻ എന്തോ പുറത്തെടുത്തു അവളുടെ കയ്യിൽ കൊടുത്തു. ഇതേ അന്വേഷിച്ച് ആര് വന്നാലും കൊടുക്കരുത്. ഇതിൻ്റെ യഥാർത്ഥ അവകാശിയുടെ കയ്യിലല്ല ഇത് എത്തുന്നതെങ്കിൽ മോളെ, നീയും അപകടത്തിലാകും, അവൻ വിക്കി പറഞ്ഞു. അവൾ അതിലേക്ക് സൂക്ഷിച്ചു നോക്കി. ഒരു പെൻഡ്രൈവ്. പെട്ടെന്ന് അവൻ അവളുടെ കയ്യിൽ പിടിച്ചു. മോളെ, എൻ്റെ ജാൻവി. പെട്ടെന്ന് അവൻ്റെ ശരീരം നിശ്ചലമായി. ഏട്ടാ. അവൾ അവൻ്റെ കണ്ണിലേക്ക് നോക്കി. അവ പാതി തുറന്നിരുന്നു, പറയാൻ എന്തോ ബാക്കിയാക്കി എന്ന പോലെ. വൈശാലി കരഞ്ഞില്ല. അവൻ്റെ മാറിലേക്ക് തല ചായ്ച്ചു. അവളുടെ അച്ഛൻ എന്ന സ്ഥാനത്തിന് ആരുമില്ല. അവിടെ ശൂന്യമാണ്. കുറേ നേരം അങ്ങനെ കിടന്നു. പെട്ടെന്ന് ആ സ്ത്രീ വന്ന് വൈശാലിയെ പിടിച്ചു മാറ്റി. അവൻ്റെ മുഖത്തേക്ക് വെള്ള പുതപ്പിച്ചു. ആ കണ്ണുകൾ വൈശാലിയിലേക്ക് നീണ്ടു. മോളെ, അവരുടെ മുഖത്തേക്ക് അവൾ നോക്കി. ആൻറ്റി, എൻ്റെ ഏട്ടനെ ഇവിടെ അടക്കാൻ കഴിയുമോ? ആരും അറിയാതെ. എൻ്റെ ഏട്ടൻ മരിച്ചത് ആരും അറിയണ്ട. പെട്ടെന്ന് അവളുടെ വാക്കുകൾ കേട്ടതും അവർ ഞെട്ടി. മോളെ, എന്താ ഈ പറയുന്നത്? ഇതൊരു കൊലപാതകമാണ്. ഞാനൊരു ഡോക്ടറാണ്. എൻ്റെ എത്തിക്സ് മറന്ന് ഞാൻ എങ്ങനെ? എൻ്റെ മോനാണ് ഇന്നലെ ഇയാളെ ഇവിടെ കൊണ്ടുവന്നത്. ആരോ മരിച്ചെന്ന് കരുതി ആ കടവിൽ ഇട്ടിരിക്കുകയായിരുന്നു. കൂടെ ഒരു പെൺകുട്ടിയും ഉണ്ടായിരുന്നു. ആ കുട്ടി മരിച്ചു. ഇനി ഇതിനെതിരെ ഒരു കംപ്ലൈൻറ്റ് ഇല്ലെങ്കിൽ പിന്നെയും അവർ ഇത് തന്നെ ചെയ്യും. ആൻറ്റി, നാളെ ആ പെൺകുട്ടിയുടെ സ്ഥാനത്ത് ചിലപ്പോൾ ഞാനാകും. എൻ്റെ ഏട്ടൻ മരിച്ചിട്ടില്ല. എല്ലാവരും എൻ്റെ ഏട്ടനെ കണ്ടെത്താൻ കിടന്ന് ഓടട്ടെ. ഒരുപക്ഷെ അവൾ പറയുന്നതിലും കാര്യമുണ്ടെന്ന് അവർക്ക് തോന്നി. ഒടുവിൽ അവരുടെ മകൻ്റെ സഹായത്തോടെ കണ്ണനെ ദഹിപ്പിച്ചു. അന്ത്യകർമ്മങ്ങളെല്ലാം വൈശാലി ചെയ്തു. ഒരിക്കലും മുത്തശ്ശൻ ഇത് അറിയാതിരിക്കാൻ അവൾ ശ്രദ്ധിച്ചു. ഓരോ ദിവസവും അഞ്ജനയുടെ മരണവും കണ്ണൻ്റെ മരണവും വൈശാലിയെ തളർത്തി. അഞ്ജനയോട് അവളായിരുന്നു പറഞ്ഞത് തൻ്റെ നാട്ടിൽ നടക്കുന്നത് പുറം ലോകത്തെ അറിയിക്കാൻ. അതിന് തൻ്റെ ഏട്ടൻ സഹായിക്കുമെന്ന്. അഞ്ജനയുടെ മരണത്തിന് ശേഷം അവൾ കോളേജിൽ പോയിട്ടില്ല. കുടുംബം പട്ടിണിയായപ്പോൾ അവൾ ജോലിക്ക് പോയി തുടങ്ങി. എങ്കിലും 2 ജീവൻ താൻ കാരണം പോയി എന്ന് അവൾ ഉറച്ചു വിശ്വസിച്ചു. പിന്നീട് ഒരിക്കലും അവൾ മനസ്സറിഞ്ഞ് ചിരിച്ചിട്ടില്ല. വൈശാലി, മോളെ, നീ പോയില്ലേ? മുത്തശ്ശൻ അവളുടെ തലയിൽ തഴുകിക്കൊണ്ട് ചോദിച്ചു. ഇല്ല, എനിക്ക് സുഖമില്ല മുത്തശ്ശ, നല്ല തലവേദന. എൻ്റെ ഈശ്വര, എൻ്റെ കുഞ്ഞിനെന്താ പറ്റിയത്? ഒന്നുമില്ല മുത്തശ്ശ, മുത്തശ്ശൻ പൊയ്ക്കോ, ഞാനൊന്ന് കിടന്നോട്ടെ. അയാൾ അവളെ ഒന്ന് നോക്കിയിട്ട് പുറത്തേക്ക് പോയി. സർവവും മറന്ന് പൊട്ടിക്കരയാനാണ് അവൾക്ക് തോന്നിയത്. അതുകൊണ്ട് തന്നെ മുത്തശ്ശനെ അവൾ തന്ത്രപൂർവ്വം പറഞ്ഞയച്ചു. റാം ആദ്യം എവിടെ? അവൻ പോയോ? സീത ചോദിച്ചതും റാം അവളിലേക്ക് നോട്ടം തെറ്റിച്ചു. പോയി സീതമ്മ. എന്താ? സീത റാമിൻ്റെ അടുത്തിരുന്നു. അവൻ്റെ തോളിൽ തല ചായച്ചു. നമ്മുടെ മോൻ എന്താ റാം ഇപ്പോൾ ഇങ്ങനെ? അവൻ ഒരുപാട് മാറിപ്പോയി. അവൻ്റെ ജീവനായ ജാനി ഇപ്പോൾ എവിടെയായിരിക്കും? ഒക്കെയും മറന്നവന് മറ്റൊരു വിവാഹം ചെയ്തൂടെ? റാമിൻ്റെ തോളിൽ നനവ് പടർന്നു തുടങ്ങി. അവൻ അവളെ മുഖം തനിക്ക് നേരെയാക്കി നെറ്റിയിൽ ഒരു മുത്തം കൊടുത്തു. എൻ്റെ സീതമ്മേ, ജാനി ആദ്യം ഒന്നിച്ച് കളിച്ചു വളർന്നവരാണ്. ജാനിയോട് അവന് എപ്പോഴോ പ്രണയം തോന്നി. പക്ഷേ വിവാഹത്തിന് മുമ്പ് അവൾ ഇറങ്ങിപ്പോയതിന് നമുക്കെന്ത് ചെയ്യാൻ കഴിയും? അവൻ അവളെ പ്രണയിച്ചതുപോലെ അവൾക്ക് അവൻ ആരുമായിരുന്നില്ല. അവൻ അത് ഇന്നും മനസ്സിലായിട്ടില്ല. അതാ ഈ ദേഷ്യവും വാശിയും എല്ലാം കാട്ടുന്നത്. അവനൊക്കെയും കാണിച്ചു കൂട്ടട്ടെ. എന്നെങ്കിലും അവൻ്റെ ലൈഫിലൊരു പെണ്ണ് കടന്നു വരും. അവൾ ഓക്കെ ആകും. ഒക്കെയും. റാമിൻ്റെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു. ഇതേ സമയം മറ്റൊരിടത്ത് ആദ്യ തൻ്റെ ബുള്ളറ്റിന്മേൽ ചാരി നിന്നു. സമയം 10 കഴിഞ്ഞു. ഇനി ഈ വൈശാലിക്ക് വരാറായില്ലേ? ആദ്യ ദേഷ്യ അണപ്പല്ലിൽ കടിച്ചു പിടിച്ചു. അവൻ പെട്ടെന്ന് ഷോപ്പിൽ കയറി വിശ്വത്തിൻ്റെ ക്യാബിനിൽ പോയി. മേ ഐ? അവൻ പുറത്തുനിന്ന് ചോദിച്ചതും അയാൾ വരാൻ പറഞ്ഞു.
എക്സ്ക്യൂസ് മീ, വൈശാലി ഇന്ന് വന്നിട്ടുണ്ടോ? ആദ്യ ചോദിച്ചതും അയാളൊരു വൃത്തികെട്ട ചിരിയോടെ പറഞ്ഞു. എനിക്കറിയില്ല, വരുമായിരിക്കും. ഒരു ദിവസമെങ്കിലും അവൾക്ക്. പെട്ടെന്ന് ആദ്യം അയാളെ തുറച്ചു നോക്കിയതും അയാൾ നാവടക്കി. അവൻ പെട്ടെന്ന് അവളുടെ വീട്ടിലേക്ക് യാത്രയായി. ആ നാലുകെട്ടിൻ്റെ മുന്നിൽ അവൻ്റെ ബൈക്ക് ബ്രേക്കിട്ടു. അവൻ അതിൽ നിന്ന് ഇറങ്ങി വീട്ടിൻ്റെ ഉള്ളിലേക്ക് കയറി. അവൻ്റെ വരവ് പ്രതീക്ഷിച്ചെന്നോണം അവിടെ ആ വൃദ്ധനുണ്ടായിരുന്നു. ആ മോനെ, ഇന്ന് വരുമെന്ന് എനിക്ക് തോന്നി. അയാൾ അവനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. അവൻ അകത്തേക്ക് കയറുന്നതിനൊപ്പം തൻ്റേത് മാത്രമായി എന്തോ ഇവിടെ ഉണ്ടെന്ന ചിന്ത അവനെ പിടികൂടി. വൈഷു, മോളെ കുടിക്കാൻ എന്തേലും എടുക്ക്. അകത്തുനിന്ന് പാദസരത്തിൻ്റെ കിലുക്കം അവനെ തേടിയെത്തി. അനുസരണയില്ലാതെ അവൻ്റെ കണ്ണുകൾ അകത്തളത്തിലേക്ക് നീണ്ടുകൊണ്ടിരുന്നു. അവൻ്റെ അടുത്തേക്ക് ആ ശബ്ദം വരുന്നത് അവൻ അറിഞ്ഞു. തനിക്ക് മുന്നിൽ നിൽക്കുന്ന പെൺകുട്ടിയെ നോക്കിയത് അവൻ ഞെട്ടി. ഇന്നലെ താൻ കണ്ട വൈശാലിയിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ വേഷത്തിലാണ് അവൾ വന്നു നിന്നത്. ചുരുക്കി പറഞ്ഞാൽ, ചുണ്ടിൽ ചായം തേക്കാതെ, ഒരു നിറമുള്ള മുഖം വെളുപ്പിക്കാതെ, അവളുടെ ശരീരവടിവുകൾ പുറം ലോകത്തെ അറിയിക്കാതെ അവൾ അവൻ്റെ മുന്നിൽ നിന്നു. ആദിയുടെ കണ്ണുകൾ പെട്ടെന്ന് താൻ ഇന്നലെ കണ്ട ഭിത്തിയിലെ ചിത്രത്തിലേക്ക് നീണ്ടു. താൻ ഇന്നലെ മുഴുവൻ ആലോചിച്ച ആ ചിത്രത്തിലെ പെൺകുട്ടി. അവളുടെ ചുണ്ടിലെ പുഞ്ചിരി ഇന്ന് വിദൂരത്തിലാണെന്ന് അവന് തോന്നി. എങ്കിലും ഇന്നലെ താൻ കണ്ട കാഴ്ചകൾ അവനെ വീർപ്പ് മുട്ടിച്ചു. അവൻ്റെ ഉള്ളിൽ വെറുപ്പ് നിറയുന്നത് അവൻ അറിഞ്ഞു. എനിക്കൊരു കാര്യം പറയാനുണ്ട്, ഒന്ന് ഒറ്റയ്ക്ക് സംസാരിക്കണം. അവൻ്റെ മുഖത്ത് ഗൗരവം നിറഞ്ഞു. എനിക്കൊന്നും സംസാരിക്കാനില്ല, അവളും മുഖത്ത് ദേഷ്യം വരുത്തി പറഞ്ഞു. അവൻ അവളെ ഒന്ന് രൂക്ഷമായി നോക്കി. മുത്തശ്ശ പ്ലീസ്, മുത്തശ്ശൻ പറയാമെങ്കിൽ അവൾ വരും. അവൻ പറഞ്ഞതും അയാൾ വൈഷുവിനെ നോക്കി. വൈഷു, ചെല്ലു കുട്ടി, നമ്മുടെ കണ്ണനെക്കുറിച്ച് അറിയാനാകും. എൻ്റെ കുട്ടിയെ കണ്ടെത്താൻ ഈ മോൻ സഹായിക്കും, എനിക്ക് ഉറപ്പുണ്ട്. മുത്തശ്ശൻ്റെ വാക്ക് ധിക്കരിക്കാൻ അവൾക്ക് തോന്നിയില്ല. അവൻ ആദ്യം ഇറങ്ങി നടന്നത് കുളത്തിലേക്കായിരുന്നു. പിറകെ അവളും ചെന്നു. എന്താ പറയാനുള്ളത്, വേഗം പറയൂ, എനിക്ക് പോണം. അവൾ കുളത്തിലെ വെള്ളത്തിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. ആദിയുടെ ഉള്ളിൽ ദേഷ്യം ഉടലെടുത്ത് തുടങ്ങിയിരുന്നു. എങ്കിലും അതവൻ നിയന്ത്രിച്ചു കൊണ്ട് പറഞ്ഞു. എനിക്ക് കൃഷ്ണനാഥിനെക്കുറിച്ച് അറിയണം. എനിക്കൊന്നും അറിയില്ല, നിങ്ങൾക്ക് പോകാം. അല്ലെങ്കിൽ തന്നെ ഇതൊക്കെ എന്നോട് ചോദിക്കാൻ നിങ്ങളാരാ? പോലീസോ അതോ കളക്ടറോ? ഡീ! അവളുടെ നേരെ അവൻ കൈ ഉയർത്തിയിട്ട് പെട്ടെന്ന് താഴ്ത്തിയിട്ടു. അവൾ അവൻ്റെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി. ആ മുഖം ദേഷ്യം കൊണ്ട് ചുമന്നിരുന്നു. ആ അധരങ്ങൾ പോലും വിറയ്ക്കുന്നുണ്ടെന്ന് അവൾക്ക് തോന്നി. അവൾ പെട്ടെന്ന് തിരിച്ചു പോകാൻ നിന്നതും അവൻ അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ചു. പ്രതീക്ഷിക്കാതെയുള്ള നീക്കമായതുകൊണ്ട് അവൾ അവൻ്റെ മേൽ തട്ടി നിന്നു. അവൾ അകന്നു മാറാൻ നോക്കിയതും ആദ്യം അവളെ ഒന്നോട് തന്നിലേക്ക് ചേർത്ത് നിർത്തി. ശേഷം അവളുടെ മുഖത്തേക്ക് നോക്കി. പറയടി, നിനക്കറിയാം അവൻ എന്താണ് നടന്നതെന്ന്. അവൻ അവളുടെ കയ്യിൽ മുറുക്കിക്കൊണ്ട് പറഞ്ഞു. അവളുടെ കൈകളിൽ അണിഞ്ഞിരുന്ന കുപ്പിവളകൾ പൊട്ടി അവളുടെ കൈത്തണ്ടയിൽ മുറിവുകൾ സൃഷ്ടിച്ചു. ആ വേദനയിൽ അവളുടെ കണ്ണുകൾ നിറഞ്ഞു. പെട്ടെന്ന് ആദ്യം അവളെ തന്നിൽ നിന്നും മാറ്റി നിർത്തി. പറ, ഇനി പറ, നിനക്കെന്തോ കൃഷ്ണയെ പറ്റി അറിയാം. മാത്രമല്ല, അന്ന് മരിച്ച പെൺകുട്ടി നിന്റെ ഫ്രണ്ടായിരുന്നു. അതിനുശേഷം നീ പഠിക്കാനും പോയിട്ടില്ല. ഇതിനെല്ലാം പിന്നിൽ നീ അറിയുന്ന ഒരാളുണ്ട്. എത്ര തന്നു, ഒന്നും പുറത്തു പറയാതിരിക്കാൻ? അവൻ അവളെ നോക്കാതെ മറ്റെങ്ങോ നോക്കിക്കൊണ്ട് പറഞ്ഞു. സൂക്ഷിച്ച് സംസാരിക്കണം കേട്ടോടോ. തന്നോടൊന്നും പറയാൻ എനിക്ക് മനസ്സില്ല. ചെന്ന് കേസ് കൊടുക്ക്. അവൾ പറഞ്ഞു തീരുന്നതിന് മുന്നേ അവൻ്റെ വിരലുകൾ അവളുടെ മുഖത്ത് പതിച്ചിരുന്നു. ഒരു ഞെട്ടലോടെ വൈശാലി അവനെ നോക്കി. തുടരും.